സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. ഒമ്പത് നോമ്പിൻ്റെ ഈ 4ാമത്തെ ഞായറാഴ്ച ലത്തീൻ സഭയിൽ 40 ദിവസത്തെ ഫാസ്റ്റിങ്ങിൽ 4ാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുമ്പോൾ ഇന്ന് നമ്മളെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നത് ഈ ജീവിതം കഴിഞ്ഞ് നമ്മുടെ നിത്യതയിൽ ഒരിക്കലും അവസാനമില്ലാത്തൊരു ആത്മീയ ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടവരാണ്. ആ വലിയ സത്യം നമ്മളെ ഓർപ്പിക്കുകയാണ്. പലപ്പോഴും നമ്മളുടെ ഒരു ചിന്ത ഈ ലോകത്തിലെ ജീവിതം കൊണ്ട് നമ്മുടെ മരിക്കുമ്പോൾ തീരുന്നതാണ് നമ്മുടെ ജീവിതം. അല്ല, നമുക്കറിയാം, നമ്മൾ പലപ്പോഴും ധ്യാനിച്ചാണ് നമ്മളുടെ ആത്മാവിന് ദൈവത്തിൽ നിന്ന് കിട്ടുകയാണ്. അതിന് മരണമില്ല. ദൈവത്തിന് മരണമില്ലല്ലോ. ദൈവത്തിന് മരണം. അപ്പോൾ ദൈവത്തിൻ്റെതായ നമ്മളിൽ ദൈവം നിക്ഷേപിച്ച ആത്മാവ് അത് നിത്യതയിലും ഒരിക്കലും അവസാനമില്ലാതെ തുടരേണ്ടതാണ്. ഈശോ പറഞ്ഞ ആൽഫായും ഒമേഗായും ആദ്യനും അന്ത്യനുമാണ്. മരണമില്ലാത്തവനാണ്. ഭൂമിയിൽ മനുഷ്യനായി വന്നിട്ട് ശരീരത്തിൽ മരിച്ചവൻ ആത്മാവിൽ ഉയർത്തെഴുന്നേറ്റ് വീണ്ടും ദൈവത്തോടൊപ്പം ഇന്നും ഉത്ഥാനം ചെയ്തുകൊണ്ട് ജീവിക്കുന്നവനാണ് അവിടുന്ന്. ആ ഒരു വലിയ പ്രത്യാശ. പൗലോസ് പറഞ്ഞ പോലെ ക്രിസ്തു മരിച്ചു ഉയർത്തിയില്ലായിരുന്നുവെങ്കിൽ നമ്മളുടെ വിശ്വാസം വെറുതെ, ഈ വചനപ്രഘോഷണമൊക്കെ വെറുതെ ആകുമായിരുന്നു. എന്നാൽ ക്രിസ്തു മരിച്ചുയർത്തുകൊണ്ട് ദൈവമാണെന്ന് തെളിയിച്ചു. കാരണം ദൈവത്തിനാണ് മരണമില്ലാത്തത്. ഈ ഭൂമിയിൽ വേറെ ആരും അങ്ങനെ ചെയ്തിട്ടില്ല. മരിച്ചിട്ട് 3-ാം നാൾ കല്ലറയിൽ നിന്നും സ്വന്തം ശക്തിയാൽ എഴുന്നേറ്റ് വന്നവൻ, 40 ദിവസം ശിഷ്യന്മാരുടെ ഇടയിൽ നടന്നവൻ, അവരെ കാണിച്ചുകൊണ്ട് ഉത്ഥാനം ചെയ്തുവെന്ന്. ആ ഒരു ആത്മീയത അത് ക്രിസ്തുവിൻ്റേത് മാത്രമാണ്. അപ്പോൾ ഈ ഭൂമിയിൽ നിത്യതയിലേക്ക് നമ്മെ കൊണ്ടുപോകാൻ യേശുവിന് മാത്രമേ സാധിക്കുള്ളൂ. കാരണം അവനാണ് മരിച്ചുയർത്തത്. നമ്മൾ മരിച്ചാൽ ഉയർപ്പിക്കാൻ അധികാരമുള്ളവൻ യേശു മാത്രമാണ്. അതിനാണ് അപ്പോസ്തലപ്രവർത്തനത്തിൽ പറഞ്ഞ മറ്റ് ഒരുവനിലും രക്ഷയില്ല എന്ന് പറയുമ്പോൾ ഈ ലോകത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ മറ്റു പലർക്കും നമ്മെ സഹായിക്കാൻ പറ്റും. ഇത് നിത്യതയിലേക്ക് പ്രവേശിച്ച് യേശു പറഞ്ഞ വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിങ്കിലേക്ക് ആരും വരുന്നില്ല. നോ വൺ ക്യാൻ കം ടു ദ ഫാദർ എക്സെപ്റ്റ് ത്രൂ മീ. വളരെ വ്യക്തമായിട്ട് ഈശോ പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ യേശു പറഞ്ഞത്, ലോകമെങ്ങും പോയി സകലരോടും കാണുന്നവരോടെല്ലാം ഈ സത്യം പറയണം. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നത് യേശു ക്രിസ്തുവിന് മാത്രമാണ്. അത് മറ്റൊരു മതത്തെ ഇടിച്ചു താഴ്ത്തി പറയുന്നില്ല. ഇത് ലോകമെമ്പാടും പൗലോസ് അങ്ങ് ഏഥൻസിലും ഗ്രീസിലും ഒക്കെ പോയപ്പോൾ അനേകം ദേവന്മാരും ദേവികളൊക്കെ ഉണ്ടായിരുന്ന അവരുടെ ഇടയിൽ അവരെ മുറിപ്പെടുത്താത്ത രീതിയിൽ അവിടെ ഏഥൻസ് നഗരത്തിലേക്ക് ചെന്നപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് കണ്ടു, അജ്ഞാത ദേവൻ എന്നൊരു സ്റ്റാച്യു കണ്ടു. അവിടെ ഒരു വിഗ്രഹം ഉണ്ടാക്കി, വലിയ രൂപം ഉണ്ടാക്കി, അജ്ഞാത ദേവൻ. ഇതുവരെയും ഒത്തിരി ദേവന്മാരെ അവരിങ്ങനെ കണ്ടുപിടിക്കുകയാണ്. എന്നാൽ ഇനിയും കണ്ടുപിടിച്ചിട്ടില്ലാത്ത ഒരു ദേവൻ. അപ്പൊ പൗലോസ് പറഞ്ഞാണ്, ഈ ദേവനെ കുറിച്ചാണ്, ഈ അജ്ഞാത ദേവൻ, നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ അറിയാത്ത ഈ ദേവനെ കുറിച്ചാണ്, ഈ ദൈവത്തെ കുറിച്ചാണ്. അവന്റെ പേര് ക്രിസ്തു എന്നാണ്. ഫിലോസഫിയുടെ നാടായ ഗ്രീസിൽ പൗലോസ് ആ രീതിയിലാണ് നമ്മൾ കാണുന്നത് യേശുവിനെ. അപ്പൊ നമ്മളും അറിയേണ്ടത് നമ്മൾ മറ്റാരെയും ഇല്ലാതാക്കാനല്ല, പക്ഷേ ഇതുപോലെ ഒരുവൻ, അതായത് സ്വന്തം ശക്തിയാണ്. ഞാനെപ്പോഴും പറയാറുണ്ട്, ക്രിസ്തു, കുഞ്ഞുങ്ങളൊക്കെ എന്നോടൊന്നും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ എല്ലാ മതങ്ങളും ഒരുപോലെയാണ്, എല്ലാത്തിലും നന്മയുണ്ടെന്ന്. തീർച്ചയായിട്ടും എല്ലാത്തിലും നന്മയുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനി ആകേണ്ടത് ചോദിക്കുമ്പോൾ ഉത്തരം ഇതേ ഉള്ളൂ, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ശിക്ഷ അനുഭവിച്ച് പാപം ഏറ്റെടുത്ത് മരിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി നമ്മെ ഉയർപ്പിക്കുന്ന, നിത്യത സ്വർഗത്തിൽ കയറ്റിയിരുത്തിയ ഒരു ദൈവം, അത് യേശു ക്രിസ്തു മാത്രമാണ്. കൊളോസ്യ ലേഖനം 3 പറയുന്നുണ്ട്, അവൻ മരിച്ചുയർത്തു നമ്മയും സ്വർഗത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്ത് നമ്മെ ഇരുത്തിയിരിക്കുന്നു എന്ന് തന്നെ വ്യക്തമായിട്ട് പറയുന്നു. അവൻ മരിച്ചുയർത്ത് പിതാവിന്റെ വലത്തുഭാഗത്തേക്ക് ആരോഹണം ചെയ്ത് പോയപ്പോൾ യേശു പറയുന്നു, ഞാൻ പോയി നിങ്ങൾക്കൊരു സ്ഥലം ഒരുക്കിയിട്ട് ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകുന്നൊക്കെ വ്യക്തമായ യേശു പറഞ്ഞ മേഖല. അതായത് നമ്മുടെ ആത്മാവിനെ കുറിച്ചാണ്. നമ്മുടെ ആത്മാവ് ഈ ഭൂമിയിൽ
ആയിരിക്കേണ്ടതല്ല, ഈ ഭൂമിയിൽ അലഞ്ഞു തിരിയേണ്ടതല്ല, നരകത്തിലായിരിക്കേണ്ടതല്ല. നമ്മുടെ ആത്മാവ് നിത്യതയിൽ ദൈവത്തിൽ നിന്നാണ് അത് വന്നത്, പുറപ്പെട്ടു വന്നത്. നമ്മളിലേക്ക് ദൈവം നിക്ഷേപിച്ച ചൈതന്യം ഒന്നാണ്. സഭാപ്രസംഗൻ 11:5 ഗർഭിണിയുടെ ഉദരത്തിൽ ദൈവത്തിന്റെ ചൈതന്യം വന്നു എന്നറിയുന്നത് എങ്ങനെയെന്ന് ആരും അറിയുന്നില്ല എന്ന്. അങ്ങനെയാണ് നമുക്ക് ജീവനുണ്ടാകും. ഒരു മനുഷ്യക്കുഞ്ഞ് ഏത് ജാതിയിൽപ്പെട്ടവനായാലും ആ ദൈവത്തിന്റെ ചൈതന്യം നമ്മുടെ ആത്മാവെന്ന് നമ്മുടെ ആത്മാവ് എൻ്റെ ആത്മാവെന്ന് വിളിക്കും, എൻ്റെ സോളെന്ന് ഞാൻ വിളിക്കുന്ന ആ ഒരു ആത്മീയത, ദൈവം എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അണ്ടവും ബീജവും ഒന്നായി നിമിഷം ഒരു ഭ്രൂണമായി എനിക്ക് ജീവൻ, എൻ്റെ ഹൃദയം മിടിക്കാൻ ജീവൻ ആരംഭിച്ചത് അതിലേക്ക് ദൈവത്തിന്റെ ചൈതന്യം, ദൈവം ആ ആത്മാവിനെ അതിൽ നിവേശിപ്പിച്ചപ്പോഴാണ് ഒരു കുഞ്ഞിന് ജീവൻ ഉണ്ടാകുന്നത് അമ്മയുടെ ഗർഭപാത്രത്തിൽ. കളിമണ്ണ് കൊണ്ട് ഏദൻ തോട്ടത്തില് ആദത്തിന്റെ രൂപം ഉൽപ്പത്തി 2:7 വായിക്കുന്നുണ്ട്. ഭൂമിയിലെ പൂഴി കൊണ്ട്, കളിമണ്ണ് കൊണ്ട് മനുഷ്യന്റെ രൂപം ഉണ്ടാക്കിയിട്ട് ആ രൂപത്തിന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ജീവന്റെ ശ്വാസം നിവേശിപ്പിച്ചപ്പോൾ ആദം ജീവനുള്ളവനായി തീർന്നുവെന്ന്. ദൈവത്തിന് നമ്മളെ പോലെ ശരീരമുള്ള, ദൈവം ശ്വസിക്കുന്നില്ല ഓക്സിജനൊന്നും. ദൈവം ആത്മാവാണ്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു അംശം അല്ലെങ്കിൽ ചൈതന്യം ആദത്തിലേക്ക് നിവേശിപ്പിച്ചപ്പോഴാണ് ആദത്തിന് ജീവനുണ്ട്. ഇന്നും അങ്ങനെ തന്നെയാണ്. അമ്മയുടെ ഉദരത്തിൽ ഒരു ഭ്രൂണമായ ഒരു കുഞ്ഞ് രൂപപ്പെട്ട് അണ്ടവും ബീജവും ഒന്നായി തീർന്നു കഴിയുമ്പോൾ അതിലേക്ക് ആ കുഞ്ഞിന് ഒരു കുഞ്ഞായി മാറണമെങ്കിൽ അതിലേക്ക് ദൈവത്തിന്റെ ചൈതന്യം നിവേശിപ്പിക്കുമ്പോഴാണ് അത് ജീവനുള്ള ഒരു കുഞ്ഞായി മാറുന്നത്. സങ്കീർത്തനം 139 വായിച്ചാൽ അറിയാം, അവിടുന്നാണ് എന്നെ എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത്, അമ്മയുടെ ഉദരത്തിൽ അവിടുന്നാണ് എന്നെ മെനഞ്ഞെടുത്തത് എന്നൊക്കെ. എത്രയോ വചനമുണ്ട്. മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ എന്നെ അറിഞ്ഞിരുന്നു എന്ന് പറയുന്നു. നമ്മുടെ പേര്, മാമോദീസ പേര് ഞാൻ പറയും, ഇട്ടത് ദൈവം തന്നെയാണ്. കാരണം പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, മാതാവിനോട്, പരിശുദ്ധ കന്യാമറിയത്തോട് ദൂതൻ പറഞ്ഞു, എന്താ അവന് നീ യേശു എന്ന് പേരിടണം. സ്വർഗത്തിൽ നിന്നാണ് പേര് വരുന്നത്. ദൈവപിതാവിന്റെ മക്കളാണ്, നമ്മുടെ ആത്മാവിനിടുന്ന പേരാണ്. ഈ ലോകത്തിൽ നമ്മുടെ ഏത് പേരാണെങ്കിലും നമ്മൾ കല്ലറയിലൊക്കെ എഴുതി വെച്ചേക്കാം, പക്ഷെ നിത്യതയിലേക്ക് അത് കൊണ്ടുപോകുന്ന പേരാണ്. പേര് വിളിച്ച് നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന പിതാവിന്റെ. നീ എന്നെ അറിയുന്നില്ലെങ്കിൽ ഞാൻ നിന്നെ നിന്റെ പിതൃനാമത്തിലും വിളിക്കുന്നു എന്നാണ് പ്രവാചകനിലൂടെ അരുളിച്ചത്. ദൈവത്തിന്റെ മക്കളായിട്ടാണ് ദൈവം നമ്മളെ കാണുന്നത്. പിന്നെയുള്ളവരെ, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നിത്യതയിലേക്കുള്ള യാത്രയിലാണ്. നമ്മൾ ഇവിടെ കൊണ്ട് തീരുന്നതല്ല. അതുകൊണ്ട് നമ്മൾ ആകുലപ്പെടേണ്ട ആവശ്യമില്ല. നല്ലതായിട്ട് ജീവിച്ചാൽ മതി. ദൈവത്തിന്റെ നിത്യതയിലേക്കുള്ള, നമ്മൾ വഴി അറിയത്തില്ലെങ്കിലേ വഴി തെറ്റുന്നത്. നിത്യതയിലേക്കുള്ള വഴി നമ്മൾ അറിയണം. ഈ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ നിത്യതയിലേക്കുള്ള വഴി തെറ്റിപ്പോയെങ്കിൽ അതിലേക്ക് തിരികെ വരുന്ന ഒരു അവസരമാണ്. ഇന്ന് ആഗോള സഭയില് ഞായറാഴ്ച കുർബാന ആദ്യത്തെ വായന ജോഷുവയുടെ പുസ്തകം 5-ാമത്തെ അധ്യായത്തിലാണ്. നമുക്കറിയാം, ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ നിന്ന് വന്ന് അവർ മരുഭൂമിയിലേക്ക് ചെങ്കടൽ ചെങ്കടല് കടക്കുന്നത് നമ്മുടെ മാമോദീസയുടെ പ്രതീകമാണ്. വെള്ളത്തിലൂടെ ചെങ്കടലിലൂടെ കടന്ന് ആ മരുഭൂമിയിലേക്ക് പ്രവേശിച്ചു. ഞാൻ പറയും, നമ്മുടെ മാമോദീസയുടെ തിരുസഭയിലേക്ക്, സഭാജീവിതത്തിലേക്ക് നാം കടന്നു വന്നതിന്റെ പ്രതീകമാണ് അത്. അന്ന് മരുഭൂമിയിൽ വെച്ചാണ് പുറപ്പാട് 16 കാണുന്നുണ്ട്, അവർക്ക് ദൈവം മന്ന കൊടുത്ത് ആദ്യമായിട്ട്. സ്വർഗത്തിൽ നിന്നും ആകാശത്തു നിന്നും കൊത്തമ്പാൽ പോലെ മഞ്ഞ് വീഴുന്നത് പോലെ പൊടിയും അന്ന് വീണ് അത് വാരിക്കൂട്ടിയെടുത്ത് അതുകൊണ്ട് അപ്പമുണ്ടാക്കി, നമ്മൾ ഗോതമ്പ് പൊടി കിട്ടുന്നത് പോലെ അത് വാരിക്കൂട്ടി അതുകൊണ്ട് അപ്പമുണ്ടാക്കിയാണ് ഒരു മന്ന അപ്പം കഴിച്ചിരുന്നത്. അവര് 40 വർഷം അതാണ് കഴിച്ചത്. അതിനിടയ്ക്ക് കാടപ്പക്ഷിയെ കൊടുത്തു. പക്ഷെ അവർക്ക് ദൈവം കൊടുത്തത്, ആവർത്തിൽ പരാതിപ്പെട്ടതുകൊണ്ടാണ് കാടപ്പക്ഷിയെ കൊടുത്തത്. ദൈവം കൊടുത്തത് മന്നായിരുന്നു. നമ്മളിന്ന് വിശുദ്ധ കുർബാന അനുദിനം നമുക്ക് ദേവാലയത്തിൽ പോയാൽ മന്ന കിട്ടും. വിശുദ്ധ കുർബാനട്ട് അന്ന് കൂടാരത്തിന് പുറത്ത് പോയി വാരിക്കൂട്ടി അന്നേക്ക് മാത്രം, നാളത്തേക്ക് വെക്കരുത്, കേടായി പോകുമെന്ന് പറഞ്ഞു. ഒരു ദിവസത്തേക്ക് മാത്രമായി കിട്ടിയിരുന്ന മന്ന ഇന്ന് പറയുന്നത് ആ മന്ന 40 വർഷം കഴിഞ്ഞ് മോശയൊക്കെ മരിച്ചു കഴിഞ്ഞ ജോർദാൻ നദി കടന്നുകൊണ്ട് അവര്
ജോർദാൻ നദി കടന്നതാണ്. ജോഷുവ 3:4 ഒക്കെ വായിക്കുന്നതാണ്. അതായത് നമ്മുടെ മരണ ജോർദാൻ കടന്ന് കാനാൻ ദേശത്തേക്ക് നിത്യജീവനിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന്റെ ഒരു ഓർമ്മയാണ്. മരുഭൂമിയിൽ 40 വർഷം, അതായത് സഭയിൽ 40 വർഷം എല്ലാ വചനവും കൂദാശ വിശുദ്ധ കുർബാനയൊക്കെ ആയിട്ട് നമ്മൾ ജീവിച്ചിട്ട് മരണ ജോർദാൻ കടന്ന് നമ്മൾ കാനാൻ നിത്യജീവനിലേക്ക്, നിത്യതയിലേക്ക്, സ്വർഗത്തിലേക്ക്, അല്ലെ പർദീസ അനുഭവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അവിടെ മുതൽ മന്ന ഇല്ല. ഇന്നത്തെ വചനം പറയുന്നതാണ്, നമ്മൾ അന്ത്യകുദാശ അല്ലെങ്കിൽ കുർബാന നമ്മൾ മരണത്തിന് ഒരുക്കി മരിച്ചു കഴിയുമ്പോൾ അന്ന് വരെയാണ് നമ്മൾ കുർബാന സ്വീകരിക്കുക. അല്ലേ, കുർബാന മരിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, പുരോഹിതൻ തിരക്കെട്ടൊക്കെ പോയി ആരെങ്കിലും വിളിക്കുന്ന ഒന്ന് അന്ത്യകുദാശ കൊടുക്കണമേ പറയുമ്പോൾ വിശുദ്ധ കുമ്പസാരിച്ചിട്ട്, അല്ലെ കുമ്പസാരിക്കണമെന്ന് ചോദിക്കുക അച്ഛൻ വന്ന്, കുമ്പസാരിക്കുന്നെങ്കിൽ കുമ്പസാരിച്ചിട്ട് വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് മരണ ജോർദാൻ കടക്കുകയാണ്. അന്ന് വരെയും ഇസ്രായേൽ മക്കൾ 40 വർഷം നമ്മൾ ഈ സഭാജീവിതത്തിൽ ഒരുങ്ങിയ വിശുദ്ധ കുർബാന ഒരുക്കത്തോടെ വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് നമ്മൾ മരണത്തിലേക്ക്, നിത്യജീവനിലേക്ക്, മരണത്തിലൂടെ പ്രവേശിക്കാനുള്ള ഏറ്റവും വലിയ ഒരുക്കത്തോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്. അവനെ നമ്മുടെ ആത്മാവിൽ സ്വീകരിക്കുന്നതാണ് വിശുദ്ധ കുർബാന സ്വീകരണം. ഇന്ന് ജോഷുവ 5:9 പറയാണ്, കർത്താവ് ജോഷുവയോട് അരുളി ചെയ്തു, ഈജിപ്തിന്റെ അപകീർത്തി ഇന്ന് നിങ്ങളിൽ നിന്ന് ഞാൻ നീക്കിക്കളഞ്ഞിരിക്കുന്നു. അതിനാൽ ഈജിപ്തിന്റെ, അതായത് അടിമത്തത്തിൽ, അവിടെ നിന്ന് അവരെ പരിച്ഛേദനം, ഈജിപ്തിൽ നിന്ന് പുറത്തു വന്ന യഹൂദരായിരുന്നുകൊണ്ട് അവരെ 40 വർഷം കടന്നുപോയിട്ട് അതിൽ പരിച്ഛേദനം സ്വീകരിക്കാത്ത അനേകരുണ്ടായിരുന്നു. അവരെ കൽക്കത്തി കൊണ്ട് അവരുടെ അഗ്രചർമ്മം ഛേദിച്ചുകൊണ്ട് രക്തം ചിന്തുന്ന ഒരു പ്രവൃത്തിയാണ്. അതായത് പാപപരിഹാരമായ യേശുക്രിസ്തു രക്തം ചിന്തിയതിന്റെ പിന്നീട് നമുക്കറിയാം, അത് കഴിഞ്ഞാണ് ഈ ക്രിസ്ത്യാനികൾക്ക് പരിച്ഛേദന ആവശ്യമില്ല എന്ന് പൗലോസ് പറയുന്നത് ഗലാത്യ 4 ഗലാത്യർക്കുള്ള ലേഖനത്തിലൊക്കെ. കാരണം അത് യേശുക്രിസ്തു നമുക്ക് വേണ്ടി രക്തം ചിന്തിയോണ്ട് നമ്മളാരും ഇനി രക്തം ചിന്തേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ആൺകുഞ്ഞുങ്ങളെല്ലാം രക്തം ചിന്തണം, അതായത് ദൈവത്തിൻ്റെതായ മാറുവാനായിട്ട് അതിന് പരിശോധന നടത്തിയിരുന്നത്. ഇനിയിപ്പോൾ അത് വേണ്ട. അപ്പൊ അവർ അന്ന് 40 വർഷമായിട്ട് പരിശോധനയൊന്നും ഇല്ലായിരുന്നു, അവരിങ്ങനെ യാത്ര ചെയ്യുന്നത് കൊണ്ട്. പക്ഷെ ഇപ്പോൾ ജോർദാൻ നദി കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അവരെ പരിച്ഛേദനം ചെയ്തിച്ചുകൊണ്ട് അവരെ യഹൂദര് ആക്കുകയാണ് കുഞ്ഞുങ്ങളെ. എന്നിട്ട് ഇസ്രായേൽ ജനം, ജോഷുവ 5:10, ഇസ്രായേൽ ജനം ജെറീക്കോ സമതലത്തിൽ ഗിൽഗാലിൽ താവളമടിച്ചു. ആ മാസം 14-ാം ദിവസം വൈകുന്നേരം അവർ അവിടെ പെസഹ ആഘോഷിച്ചു. പിറ്റേ ദിവസം അവർ ആ ദേശത്തെ വിളവിൽ നിന്നുണ്ടാക്കിയ പുളിപ്പില്ലാത്ത അപ്പവും വറുത്ത ഗോതമ്പും ഭക്ഷിച്ചു. പിറ്റേന്ന് മുതൽ മന്ന വർഷിക്കാതായി. പിന്നെ അന്ന് മുതൽ നമ്മൾ സ്വർഗീയ കാനാൻ ദേശത്തേക്ക്, സ്വർഗീയത്തിലേക്ക്, പർദീസ അനുഭവത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ പിന്നെ നമുക്ക് സഭയിൽ നിന്ന് നമ്മൾ നിത്യജീവനിലേക്ക് പ്രവേശിക്കുകയാണ്. അവർ ആ വർഷം മുതൽ കാനാൻ ദേശത്തെ ഫലങ്ങൾ കൊണ്ട് ഉപജീവനം നടത്തി. പർദീസയിലേക്ക്, നിത്യജീവനിലേക്ക് പ്രവേശിച്ചാൽ പിന്നെ ഭൂമിയിലെ ബലി നമുക്ക് ആവശ്യമില്ല. വിശുദ്ധ കുർബാന, കാരണം യേശു തന്നെയാണ് അവിടെ. വെളിപാട് പുസ്തകം നമ്മളെ അതേക്കുറിച്ച് ഓർപ്പിക്കുന്നത് എങ്ങനെയാണ്? അതായത് ഇവിടുന്ന് നിത്യത്തിലേക്ക് കടന്നുപോയിരിക്കുന്ന ആത്മാക്കളെ കുറിച്ച് വെളിപാട് 7:16 ഇനി ഒരിക്കലും അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയില്ല. ആത്മാവ് മരിച്ച് നിത്യത്തിലേക്ക് പ്രവേശിച്ചതിനെ കുറിച്ചാണ്. ഇനി ഒരിക്കലും അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയില്ല, വെയിലോ ചൂടോ അവരുടെ മേൽ പതിക്കുകയില്ല. എന്തെന്നാൽ സിംഹാസന മധ്യത്തിൽ ഇരിക്കുന്ന കുഞ്ഞാട് അവരെ മേയ്ക്കും. യേശുക്രിസ്തുവാണ് അവിടെ നമ്മളെ നയിക്കുന്ന. ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ മോശയാണ് നയിച്ചിരുന്നെങ്കിൽ നിത്യതയിൽ നമ്മൾ മരിച്ച് അങ്ങനെ ആത്മാവാ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ അവനെ അറിഞ്ഞാണ് ഈ ലോകത്ത് കടന്നു പോകുന്നെങ്കിൽ, എന്നാൽ കുഞ്ഞാട് അവരെ മേയ്ക്കുകയും ജീവജലത്തിന്റെ ഉറവകളിലേക്ക് നയിക്കുകയും ചെയ്യും. ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. ഇന്ന് ന്യൂയോർക്ക് സ്റ്റേറ്റിന് വേണ്ടി, അമേരിക്ക വേണ്ടി, ലോകം മുഴുവന് വേണ്ടിയും പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ നമ്മളെ ഇന്ന് ഓമന അലക്സ് നമ്മളെ ഓർപ്പിച്ചത് സങ്കീർത്തനം 23 അല്ലേ? ഏതാണ്ട് കർത്താവാണ് എൻ്റെ ഇടയൻ, നിത്യതയിലേക്ക് നമ്മെ നയിക്കുന്ന. ഈ ഭൂമിയിൽ നമുക്ക് അനേക ഇടയന്മാരുണ്ട്, പക്ഷെ നിത്യതയിൽ നമ്മൾ നയിക്കുന്ന യേശു ക്രിസ്തു കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകില്ല. ഇതെല്ലാം അവിടെ ചെന്ന് കഴിഞ്ഞുള്ള കേട്ടോ. നമ്മൾ പലപ്പോഴും ഇവിടുത്തെ ധരിക്കുന്നല്ല, ഇവിടുത്തെ കൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ മുതൽ നിത്യതയിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു കുറവില്ലാതെ പച്ചയായ പുൽത്തകടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു അല്ലേ? ജീവജലത്തിൽ വെളിപാട് 7:17 കേട്ടത്.
അവരെ കുഞ്ഞാട് അവരെ മേയ്ക്കുകയും ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നയിക്കുകയും ചെയ്യും. എന്നാണ് സങ്കീർത്തനം 23 പറയുന്നത്. പച്ചയായ പുൽത്തകളിൽ എഴുന്നേക്ക് വിശ്രമം അരുളുന്നു, പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തന്റെ നാമത്തെ പ്രതി നീതിയുടെ പാതകൾ എന്നെ നയിക്കുന്നു. മരണത്തിന്റെ നിഴൽ വീണ ഈ ഭൂമിയിൽ നടക്കുന്ന അവസ്ഥയെക്കുറിച്ച് നിത്യതയിലേക്കുള്ള യാത്രയിൽ മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെ ഉള്ളതിനാൽ പ്രിയമുള്ളവരെ, യേശു നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ഈ ലോകത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായി നമ്മൾ പല കാര്യങ്ങളും ഉണ്ട്, കൂടെയുണ്ട്, നമുക്ക് പണമുണ്ട്, നമുക്ക് പല കാര്യങ്ങളും നമ്മൾ അന്വേഷിക്കുന്നില്ലേ. പക്ഷെ യേശു കൂടെയുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം നമ്മുടെ ആത്മാവിനോട് ചേർന്ന് ആത്മാവായി, പരിശുദ്ധാത്മാവായി അവിടുന്ന് കൂടെയുണ്ടോ. നിങ്ങൾ നിങ്ങളെ തന്നെ പരിശോധിക്കുവാൻ, പരീക്ഷിച്ചറിയുവാൻ. യേശു ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ എന്ന് 2 കൊരിന്തോസ് 13:5 പൗലോസ് അപ്പോസ്തലൻ ചോദിച്ചത്. ക്രിസ്തുവിന്റെ കൂടെ നമ്മൾ നടക്കണം ഈ ഭൂമിയിൽ. പ്രിയമുള്ളവരെ, വഴി തെറ്റിപ്പോയെങ്കിൽ അവൻ എൻ്റെ ഇടയനാണെന്നല്ല പറഞ്ഞു. ആ ഇടയൻ നമ്മളെ നയിക്കും. കുഞ്ഞാട് എന്ന് പറയുമ്പോൾ അവൻ നമ്മുടെ ഇടയനായിട്ട് നമ്മളെ മേയ്ക്കുന്ന ഒരു അവസ്ഥയാണ്. മരണം കഴിഞ്ഞ് നമ്മൾ നിത്യതയിലേക്ക് പ്രവേശിക്കുമ്പോൾ മരണത്തിന്റെ നിഴൽ വീണ താഴ്വര, മരണത്തെ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം അവിടുന്ന് കൂടെ ഉള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. പേടിക്കണാരാ? അവൻ കൂടെ ഇല്ലെങ്കിൽ നമ്മൾ പേടിക്കണം. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക്. അവിടുത്തെ വചനം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ താങ്ങി നിർത്തുന്ന വചനങ്ങളാണ്, ദൈവത്തിന്റെ വചനങ്ങളാണ്. അവിടുത്തെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പുന്നു. എൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ. നമ്മൾ വിചാരിക്കും ഇത് ഇവിടുത്തെ മരണം അല്ല, നിത്യത ജീവിതകാലം മുഴുവനും, നിത്യജീവനിൽ മുഴുവനും അവിടുത്തെ ആ കരുണയെ സ്നേഹവനെ അനുഗമിക്കും. കർത്താവിന്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും കർത്താവിന്റെ ആലയത്തിൽ എന്നേക്കും എൻ്റെ ആത്മാവിന് മരണമില്ലാത്ത എന്നേക്കും ഞാൻ വസിക്കും. അല്ലേ? വെളിപാട് 20 നമ്മൾ 21 കാണുന്നുണ്ട്. അവിടെ സ്വർഗത്തിലെ ദേവാലയം, അവിടെ ജെറുസലേം ദേവാലയം ഒന്നുമല്ല, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നൊരു ദേവാലയം, മനോഹരമായത് അത് പറഞ്ഞു. അവിടെ കർത്താവ് പറയുകയാണ് 22 വെളിപാട് 22 പറയുകയാണ്. വെളിപാട് 22:12 ഇതാ ഞാൻ വേഗം വരുന്നു, എൻ്റെ സമ്മാനവും ഞാൻ കൊണ്ടുവരുന്നുണ്ട്. ഓരോരുത്തർക്കും സ്വന്തം പ്രവർത്തികൾക്ക് അനുസൃതം പ്രതിഫലം നൽകാനാണ് ഞാൻ വരുന്നത്. അവിടുത്തെ യേശുവിന്റെ 2ാമത്തെ വരവിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ഒന്നാമനും ഒടുവിലത്തവനും ആദിയും അന്തവും. ജീവന്റെ വൃക്ഷത്തിന്മേൽ അവകാശം ലഭിക്കാനും കവാടങ്ങളിലൂടെ നഗരത്തിലേക്ക് പ്രവേശിക്കുവാനും തങ്ങളുടെ അങ്കികൾ കഴുകി ശുദ്ധിയാക്കിയവർ ഭാഗ്യവാന്മാർ. നായ്ക്കളും മന്ത്രവാദികളും വ്യഭിചാരികളും കൊലപാതകികളും വിഗ്രഹാരാധകരും അസത്യത്തെ സ്നേഹിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ സകലരും പുറത്ത്. യേശുവായ ഞാൻ സഭകളെക്കുറിച്ച് നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തുന്നതിന് വേണ്ടി എൻ്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിന്റെ വേരും സന്തതിയുമാണ്, പ്രഭാപൂർണനായ പ്രഭാത നക്ഷത്രം. ആത്മാവും മണവാട്ടിയും പറയുന്നു, വരിക. കേൾക്കുന്നവൻ പറയട്ടെ, വരിക. ദാഹിക്കുന്നവൻ വരട്ടെ. ആഗ്രഹമുള്ളവൻ ജീവന്റെ ജലം സൗജന്യമായി സ്വീകരിക്കട്ടെ. വെളിപാട് പുസ്തകം യോഹന്നാനുകളുടെ ദർശനം തീരുന്നവിടെ നിത്യതയിലേക്ക്. ഈ ലോകം കഴിഞ്ഞ് നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം അതൊരു നിഴല് പോലെയാണ്, നമ്മുടെ ഉറക്കം പോലെയാണ്. ഏതാണ്ട് ഉറക്കം പോലെയാണ്. നമ്മൾ മരിക്കുമ്പോൾ നമ്മളാരും അറിയണമെന്ന് പോലും ഇല്ല. നമ്മുടെ ഓരോ ദിവസം രാത്രി എഴുന്നേൽക്കുമ്പോൾ നമ്മൾ അറിയുന്നുണ്ട്, ഇല്ലേ? സ്വപ്നം കണ്ടു കാണല്ലേ? നമ്മൾ അറിഞ്ഞു പോലും നേരം വെളുത്ത് എഴുന്നേൽപ്പാണ്, ഇതേ പേര് എഴുന്നേറ്റല്ലോ. ചിലപ്പോൾ നമ്മൾ എഴുന്നേക്കാതെ വരും. അപ്പോൾ ഉണരുന്നത് അവിടെയായിരിക്കും. ആ ഒരു ബോധ്യം നമുക്ക് ഉണ്ടായിക്കൊണ്ടിരുന്നത്. നമ്മൾ ഇവിടെ ഉറങ്ങി ഉണരുന്നത് അവിടെയായിരിക്കും. നമ്മുടെ ആത്മാവ് അതിനുവേണ്ടിയുള്ള ഒരു ഒരുക്കം നമ്മൾ നടക്കണം. അതുകൊണ്ട് ഈ ഭൂമിയുടേതൊക്കെ ഇല്ലെങ്കിലും കുഴപ്പമില്ല. അതാണ് ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വയം ഇല്ലാതായി സ്വന്തം കുരിശുമെടുത്തുകൊണ്ട് അനുദിനം എൻ്റെ പിന്നാലെ വരട്ടെ. കാരണം ആ സഹനങ്ങളും നന്മയും ഒക്കെയാണ് നിത്യതയിലേക്ക് നമുക്ക് കൊണ്ടുപോകാനായിട്ട് നമുക്ക് യേശുവിൻ്റെ ജീവിതത്തിൻ്റെ സഹനമാണ് പ്രിയമുള്ളവരെ അവിടുത്തെ നിത്യതയിലേക്ക് എത്തിച്ചത്. അതെ, ഇന്ന് നമ്മളോട് കർത്താവ് ഇന്ന് ആഗോള സഭയിലെ പുതിയവചന സങ്കീർത്തനം 34 നിന്നാണ്.
അവിടെയും കർത്താവ് നമ്മളെ ഓർപ്പിക്കുന്നതാണ്. അതായത് കർത്താവിനെ എന്നും പുകഴ്ത്തും, അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും. സംഗീതം 34 കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു, പീഡിതർക്കായിട്ട് ആനന്ദിക്കട്ടെ. എന്നോടത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ഒരുമിച്ച് അവിടുത്തെ നാമത്തെ സ്തുതിക്കാം. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരളി. സർവ ഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. ദൈവസന്നിധിയിൽ അവിടുന്നായിരിക്കും സ്വർഗത്തിലെ സൂര്യനും ചന്ദ്രനും പ്രകാശമൊക്കെ. നമുക്ക് ഈ ഭൂമിയിൽ രാവിലെ എഴുന്നേറ്റ് സൂര്യനെ കണ്ടില്ലേ, നമ്മൾ നാപ്പടി ഇരുട്ടാണല്ലോ, അല്ലെ, സൂര്യൻ പ്രകാശമില്ലല്ലോ എന്ന് പറയില്ലേ. എന്നാൽ നിത്യതയിൽ അവനായിരിക്കും നമ്മുടെ സൂര്യൻ. അവനായിരിക്കും നമ്മുടെ സൂര്യൻ എന്നാണ് വെളിപാടിൽ നമ്മൾ കേട്ടത്. അവിടുന്നായിരിക്കും സ്വർഗത്തില് വേറെ സൂര്യന്റെ ആവശ്യമൊന്നുമില്ല. അവിടുന്നായിരിക്കും. അവിടെ പറയുന്നുണ്ട് വെളിപാട് 21:22 നഗരത്തിൽ ഞാൻ ദേവാലയം കണ്ടില്ല. എന്തുകൊണ്ടെന്നാൽ സർവശക്തനും ദൈവവുമായ കർത്താവും കുഞ്ഞാടുമാണ് അതിലെ ദേവാലയം. നഗരത്തിന് പ്രകാശം നൽകാൻ സൂര്യന്റെയോ ചന്ദ്രന്റെയോ ആവശ്യമുണ്ടായിരുന്നില്ല. ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. അതിന്റെ ദീപം കുഞ്ഞാടാണ്. അതിന്റെ പ്രകാശത്തിൽ ജനതകൾ സഞ്ചരിക്കും. നിത്യതയിൽ ആത്മാവിന്റെ കാര്യം പറയും. ഭൂമിയിലെ രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരും. അതിന്റെ കവാടങ്ങൾ പകൽ സമയം അടയ്ക്കപ്പെടുകയില്ല. അവിടെയാകട്ടെ രാത്രിയില്ലതാനും. ജനതകൾ തങ്ങളുടെ മഹത്വവും ബഹുമാനവും അതിലേക്ക് കൊണ്ടുവരും. എന്നാൽ കുഞ്ഞാടിന്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിൽ പ്രവേശിക്കൂ. അശുദ്ധമായതൊന്നും മ്ലേച്ഛതയും കൗടില്യവും പ്രവർത്തിക്കുന്ന ആരും അതിൽ പ്രവേശിക്കുകയില്ല. അവിടെയാണ് നമുക്ക് പലപ്പോഴും അബദ്ധം പറ്റിയിട്ടുണ്ട്. ലോകത്തിന്റെ വഞ്ചനയും, അല്ലേ, ആരെയൊക്കെ കളിപ്പിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ 4 കാശുണ്ടാക്കി ഞാൻ സമ്പന്നനാണെന്ന് മറ്റുള്ളവരെ കൊണ്ട് എന്തൊരു വിഡ്ഢിത്തമാണ്. നമ്മൾ കുരുക്കിലാണ്, സാത്താന്റെ കുരുക്കിലാണ്, വഞ്ചനയിലാണ്. അങ്ങോട്ട് വരാൻ നമ്മുടെ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ പറയും, എൻ്റെ ദൈവമേ, ഭൂമിയെ ജീവിച്ചിരുന്നപ്പോൾ എന്നോട് ആരും എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നാണ് ഈശോൻ. അവിടെ അവർ വിലാപവും കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ഒരു ആത്മാവിന്റെ രോദനമാണ്. എന്തുകൊണ്ട് ഇത് ഭൂമിയെ ജീവിച്ചിരുന്നപ്പോൾ ഞാനത് മനസ്സിലാക്കിയില്ല എൻ്റെ ദൈവമേ. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. ഈ എളിയവൻ നിലവിളിച്ച് കർത്താവ് കേട്ടു. എല്ലാ കഷ്ടതകളും തന്നെ അവനെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിന്റെ ദൂതൻ ദൈവഭക്തർക്ക് ചുറ്റും പാളയം അടിച്ച് അവരെ രക്ഷിക്കുന്നു. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. അവിടുന്ന് മാത്രമാണ് നല്ലവൻ. ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മൾ ഇന്ന് ഈശോ സുവിശേഷം കാണാതെ പോയ ലൂക്ക 15 3 കാര്യങ്ങളാണ്. കാണാതെ പോയ ആട്, കാണാതെ പോയ നാണയം. ഇന്നത്തെ വായന ധൂർത്തപുത്രൻ്റെയാണ്. ഞാനത് വായിക്കുന്നില്ല, കാരണം കുറേ ഉണ്ടത്. നമുക്കറിയാം എന്താ പറഞ്ഞത്. ധൂർത്തപുത്രൻ വീട്ടിൽ നിന്നും അവകാശം അപ്പൻ്റെ കൂടെ ആയിരുന്നപ്പോൾ വരും ബോറായിരുന്നു. കൂട്ടുകാർ പറഞ്ഞു, ഞങ്ങളുടെ കൂടെ വാ, കാണിച്ചു തരാം, നല്ല അടിപൊളിയാണ്. പുറത്തെ ഇച്ചിരി മയക്കുമരുന്നും പിന്നെ കള്ളും പിന്നെ പെണ്ണും അതും ഇതൊക്കെ ആയിട്ട് ഇവിടെ ആരും നിയന്ത്രിക്കാനില്ല. ഇഷ്ടം പോലെ ജീവിക്കാം. ശരീരത്തിന്റെ ആഗ്രഹങ്ങളെയൊക്കെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കുറെ നാളായിട്ട്. പക്ഷെ അപ്പനെ അങ്ങനെ വേദനിപ്പിക്കുമെന്ന് ഓർത്തല്ലേ. അങ്ങനെ കുറെ നാൾ നിന്നിട്ട് അവസാനം അവൻ അപ്പനോട് വഴക്കുണ്ടാക്കിയിട്ട് കൂട്ടുകാരുടെ പ്രേരണയാൽ, അയാളെ ലോകം പ്രേരിപ്പിക്കുമ്പോൾ അതിന്റെ പ്രേരണയാൽ ദൈവപിതാവിന്റെ സ്നേഹത്തിൽ നിന്നും പുറത്തിയാടുന്ന യുദാസിനെ നമ്മൾ കാണുന്നുണ്ട്. കർത്താവിന്റെ കൂടെ നടന്നിട്ട് പണത്തിന് വേണ്ടിയിട്ട് ഒറ്റിക്കൊടുത്തിട്ട് പുറത്തിയാടിപ്പോയ യുദാസൻ. അവൻ പോയി ആത്മഹത്യ ചെയ്തു. പക്ഷേ ഈ പുത്രൻ ഇവൻ മടങ്ങി വരുന്നുണ്ട്. ഇതാണ് ഇപ്പൊ നമ്മൾ കർത്താവിനെ, ദൈവപിതാവ് നമ്മളെ ഒരിക്കലും ഉപേക്ഷിക്കാൻ തയ്യാറല്ല, കാത്തിരിക്കുകയാണ്. എപ്പോഴെങ്കിലും ഇവൻ പോയി അവരുടെ സമ്പത്ത് മുഴുവനും, അല്ലെ, വീതം മുഴുവനും മറ്റുള്ളവർ കൂടി കൂട്ടുകാരെല്ലാം കൂടി എന്തെല്ലാം വിളച്ചത് പ്രവർത്തിച്ചതെല്ലാം പണമെല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇവനെ ഓരോരുത്തരായിട്ട് ഇവനെ ഓരോ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഇവൻ വിചാരിച്ചത് നാളെ ഓരോരുത്തരായിട്ട് പിരിഞ്ഞങ്ങ് പോയി. അവസാനം ഇവന് ഒറ്റയ്ക്കായി, ആരുമില്ല സഹായിക്കാൻ. അവസാനം അവന് വിശന്നപ്പോൾ ആ ദേശത്തെ ഒരു ധനാഢ്യനായ മനുഷ്യൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞപ്പോൾ ഇവന് ജോലിയൊന്നും അറിയില്ല. വീട്ടിൽ സുഭിക്ഷമായിട്ട് വീട്ടിൽ വേലക്കാരുണ്ടാക്കുന്ന ഭക്ഷണവും കഴിച്ച് അപ്പൻ്റെ കൂടെ സുഖമായിട്ട് ഇളയമാനാണ്.
പഠിത്തമൊന്നും നല്ലതായിട്ട് നടത്തിയിട്ടില്ല. അപ്പൊ അവിടെ വേല ചെയ്യാന്നൊക്കെ ഉള്ള പഠിത്തമൊന്നും അവനില്ല. അവസാനം അവന് കിട്ടുന്ന ജോലി ഒരു പന്നിയെ മേയ്ക്കുന്ന ജോലിയാണ്. പന്നിയെ മേയ്ക്കാൻ അവൻ പോയി ചോദിച്ചു. അതുകൊണ്ട് അവൻ പോയി എരന്ന് മേടിച്ച് ജോലിയാണ്. അതുകൊണ്ട് വചനം പറയുന്നുണ്ട് അവിടെ വേണേ ജീവിച്ചു അവിടെ കിടന്നു. പക്ഷെ പന്നിക്ക് കൊടുക്കുന്ന തവിട് പോലും കഴിക്കാൻ അവന് അനുവാദമില്ലായിരുന്നു. സാത്താൻ നമ്മളെ കൊണ്ട് എത്തിക്കുന്ന ഒരു മേഖലയാണ് പ്രിയമുള്ളവരെ. ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോയി നമ്മളെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ അനുദപിക്കുന്നില്ലെങ്കിൽ, അതാണ് ഈശോ വിളിച്ചു പറഞ്ഞത്, മാനസാന്തരപ്പെടുവിൻ. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ കുടുംബത്തിലേക്ക് നിന്നെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറായിട്ട് വന്നിരിക്കണം. ഈശോ പറഞ്ഞാണ് മനസ്സിനെ ഒന്ന് മാറ്റാം എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോയി എൻ്റെ കർത്താവ് എനിക്ക്. അതാണ് ഈ മുടിയനായ പുത്രൻ അവസാനം അവിടെ കിടക്കുമ്പോൾ അവൻ ഓർപ്പിക്കുകയാണ്, എൻ്റെ അപ്പൻ്റെ വീട്ടിൽ എത്രയോ വേലക്കാരാണ് സുഭിക്ഷമായിട്ട്, പക്ഷേ ഞാനെന്തിനാണ് ഇവിടെ കിടക്കുന്നത്. അവന് സുബോധമുണ്ടായിരുന്നു. ഈ 50 നോമ്പിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്കുണ്ടാകേണ്ട ഒരു അനുഭവമാണ് ആ സുബോധം. എന്റെ ദൈവമേ, ഞാൻ എന്തിനാണ് സാത്താനെ വഞ്ചിച്ചുകൊണ്ട് പാപങ്ങളും ജഡമോഹങ്ങളിലും പെട്ട് ഞാൻ എന്തിനാണ് ഇവിടെ ഈ മദ്യത്തിനും മയക്കുമരുന്നിനും ജഡിക ഭാവങ്ങൾക്കും അടിമയാണ് ഞാൻ നിത്യനാശത്തിലേക്ക് പോകാൻ? ഞാൻ എന്തിനാണ് സാത്താന്റെ അടിമയോട്? ഞാൻ ഇവിടുന്ന് എഴുന്നേക്കും, ഞാൻ എൻ്റെ അപ്പൻ്റെ അടുത്തേക്ക് ഞാൻ പോകും, നല്ലൊരു കുമ്പസാരത്തിന് വേണ്ടി ഒരുങ്ങിപ്പോകും. അവിടെ ചെന്ന് പറയും, അപ്പ അങ്ങേക്കും സ്വർഗത്തിനെതിരെ ഞാൻ തെറ്റ് ചെയ്തു പോയി, അങ്ങയുടെ മകനെന്ന് വിളിക്കപ്പെടാനുള്ള യോഗ്യത എനിക്കില്ല, ഒരു വേലക്കാരനായിട്ടെങ്കിലും എന്നെ സ്വീകരിക്കും, ഞാൻ ഇവിടെ എങ്ങനെയെങ്കിലും ജോലി ചെയ്ത് കഴിഞ്ഞോളാം നിന്റെ വീട്ടിൽ, നിന്റെ മകനെന്ന് വിളിക്കപ്പെടാനുള്ള യോഗ്യതയില്ല. നമുക്കറിയാൻ പറ്റുള്ളൂ എന്താ സംഭവിച്ചത്. ആ മകൻ പോയ നാള് മുതൽ അവനെ ഓർത്ത് കരഞ്ഞ് നമ്മുടെ അപ്പനും അമ്മയൊക്കെ നമ്മളെ ദേഷ്യപ്പെട്ടു, എനിക്ക് എങ്ങനൊരു മകനില്ല, എങ്ങനൊരു മകളില്ല എന്നൊക്കെ പറഞ്ഞാണ്. ഈ സ്വർഗത്തിലെ നമ്മുടെ പിതാവ്, നമ്മുടെ ആത്മാവിന്റെ അപ്പൻ, നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഗുരുവായപ്പോ നമ്മുടെയിലേക്ക് തന്നെ നമ്മുടെ ആത്മാവിനെ നമ്മളെ നിക്ഷേപിച്ച് സ്വർഗത്തിലെ അപ്പനുണ്ടല്ലോ, അപ്പനും അമ്മയും, സംഗീതത്തിൽ 27:10 അപ്പനും അമ്മയും നിന്നെ ഉപേക്ഷിച്ചാലും എന്ന് പറഞ്ഞാൽ ശാരീരികമായി ഭൂമിയിൽ നിന്റെ അപ്പനും അമ്മയും നിന്നെ ഇങ്ങനൊരു മകളില്ല എന്ന് പറഞ്ഞ് പുറത്താക്കിയാലും സ്വർഗത്തിലെ എന്റെ പിതാവിന് ഒരിക്കലും എന്നെ ഉപേക്ഷിക്കാൻ പറ്റില്ല. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പെറ്റമതന്റെ പുത്രനോട് കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ദൈവമായ കർത്താവിന്റെ സ്നേഹത്തിന്റെ വാക്കാണ്. നമ്മളത് അറിയണം. ഈ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ ആ ഒരു സ്നേഹം അറിയണം നമ്മൾ. ഇതെല്ലാം മായയാണ്, ഈ കാണുന്നതെല്ലാം വെറുതെയാണ്. നിത്യതയിലേക്ക് എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണിത്. യഹൂദർക്കോ ക്രിസ്ത്യാനികൾക്കോ, ഈ ഭൂമിയിൽ ജീവിക്കുന്ന സകല മനുഷ്യരെയും ദൈവം സ്നേഹിക്കുന്നു. കാരണം എല്ലാ മനുഷ്യരുടെ, ഹിന്ദുവിലും ക്രിസ്ത്യാനിയിലും മുസൽമാനിലും ബുദ്ധമതക്കാരിലും ഉള്ളിലുള്ള ആത്മാവ് ഒരേ ദൈവത്തിൻ്റെതാണ്. ഒരേ ദൈവത്തിന്റെ ആത്മാവാണ്, ചൈതന്യമാണ്. അതിനാണ് നമ്മൾ അവരോട് പറയണം, അറിയിക്കണം. നമ്മുടെ ദൗത്യം സുവിശേഷം, എവാഞ്ചലൈസേഷൻ. നമ്മളുടെ സഭ പറഞ്ഞത് നമ്മൾ ആരെയും നിർബന്ധിച്ച് മതം മാറ്റുമെന്നല്ല. ഇത് പറഞ്ഞ് കേട്ടാൽ മതി. അവരെന്ന് യേശു നിങ്ങൾക്ക് വേണ്ടി മരിച്ചു, അവനാണ് വഴി, മറ്റൊരുവനിലൂടെ നിത്യത്തിലേക്ക് കയറാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് യേശു പറഞ്ഞതുകൊണ്ടാണ്. ആരെയും നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ ഈ ഒരു വലിയ ദൗത്യമുണ്ട് പ്രിയമുള്ളവരെ, വലിയ ദൗത്യമുണ്ട്. നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് അടിച്ചു പൊളിച്ച് നമുക്കുള്ളതെല്ലാം സമ്പാദിച്ചതല്ല ഈശോ പറഞ്ഞത്. ദൈവത്തെ സ്നേഹിക്കുക, അതുപോലെ നീ നിന്നെ സ്നേഹിക്കുക. എനിക്ക് സ്വർഗത്തിൽ പോകണം അല്ലേ? എനിക്ക് സ്വർഗത്തിൽ പോകണം, വലിയ ആഗ്രഹമാണ്. അതുപോലെ നീ നിന്നെ സ്നേഹിക്കുന്ന പോലെ മറ്റുള്ളവരെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ അവരും സ്വർഗത്തിൽ പോകണം. എന്നെ ഉപദ്രവിച്ചവരും എന്നെ വേദനിപ്പിച്ചവരും എന്നെ നിരന്തരം ഇപ്പോഴും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നവരും അവരും അവരുടെ ആത്മാവ് അത് അറിയുന്നില്ല. അവരുടെ ആത്മാവ് നിത്യത്തിലെ സ്വർഗത്തിൽ പോകേണ്ടതാണെന്നുള്ളൊരു അറിവ്, അതാണ് മറ്റുള്ളവരെ നിന്നെ പോലെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ. അത് നശിക്കുവാനിടയാകരുതേ എൻ്റെ ദൈവമേ, അത് നശിക്കുവാനിടയാകരുതേ. അവരെ അനുഗ്രഹിക്കണമേ, നിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് അവരെ നിറയ്ക്കണമേ. അവരെന്നെ അങ്ങേറ്റം വെറുക്കണം, എന്നെ ഉപദ്രവിക്കണം. എൻ്റെ ജീവിതം തകർത്തവരാണ് അവർ, എൻ്റെ ജീവിതം നശിപ്പിച്ചവരാണ്. എന്നാലും അവരവിടെ ചെല്ലുമ്പോഴാണല്ലോ വിലാപവും കരച്ചിലും പല്ലുകടിയൊക്കെ ഉണ്ട്. അവർക്ക് അറിയില്ല. ദൈവമേ കരുണയായിരിക്കണമേ അവരോട്. ഈ ഒരു ബോധ്യം നമുക്ക് ഈ നോമ്പിലൂടെ കടന്നു പോകേണ്ടവരെ. ഈ മുടിയനായ പുത്രനെ ആ അപ്പൻ കാത്തിരിക്കുക. അതിനെ ചെന്ന് പന്നിക്കുഴിയിൽ നിന്നാണ് എന്തൊരു നാറ്റമായിരിക്കല്ലേ. കുളിക്കാൻ പോലും ആരും വെള്ളം കൊടുക്കാതെയാണ് കയറി വരുന്ന. ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ
പാപത്തിന്റെ മാലിന്യത്തിൽ കയറി വരുന്ന അമ്മയെ കെട്ടിപ്പിടിച്ച് ചുംബനം നൽകി നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളും ദൈവകൃപകളും വരങ്ങളും ദാനങ്ങളും ഒക്കെ നമുക്ക് നൽകുന്ന സ്വർഗത്തിലെ പിതാവിന്റെ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ തരും നൽകിക്കൊണ്ട് അവന് മോതിരം അണിയിച്ചത് വീടിൻ്റെതാണെന്നുള്ള അടയാളമാണ് മോതിരം അല്ലെ. മാർപ്പാപ്പയുടെ കയ്യിലെ മോതിരം അല്ലെ, മെത്രാന്റെ കയ്യിലെ മോതിരം എന്നൊക്കെ പറഞ്ഞൊരു അധികാരത്തിൻ്റെ ആണ്, വീടിന്റെ അധികാരം. അപ്പൊ ആ മോതിരം പോയി അധികാരമൊക്കെ ഇപ്പൊ അതൊക്കെ വിറ്റ് പണയം വെച്ച് കാണാം. ഈ മകൻ കയറി വന്നപ്പോൾ അവനെ കാലിൽ പുതിയ ചെരുപ്പോട്ട് അവനെ കുളിപ്പിച്ചു, നല്ലതായിട്ട് കുളിപ്പിച്ചിട്ട് അവനെ സുഗന്ധ തൈലം പൂശിയിട്ട് അവനെ പുതിയ വസ്ത്രം ധരിപ്പിച്ചിട്ട് ആ വീടിന്റെ അധികാരത്തിലുള്ള മോതിരം അവനെ ധരിപ്പിച്ചിട്ട് അവനെ ആ വീട്ടിലേക്ക് എഴുന്നള്ളിച്ചുകൊണ്ട് വരികയാണ്. സ്വർഗത്തിൽ അനുദപിച്ച് മടങ്ങി വരുന്നൊരു പാപിയേക്കും സ്വർഗത്തിലുണ്ടാകുന്ന സന്തോഷമെന്ന് അതാണ് ഈശോ നമ്മളെ വെളിപ്പെടുത്താൻ ആഗ്രഹിച്ചത്. ഈ ഭൂമിയിൽ അത് നമുക്ക് പറഞ്ഞു തന്നെങ്കിലും സ്വർഗത്തിലെ ദൂതന്മാരുടെ വലിയൊരു വിരുന്ന് നടക്കുകയാണ്, സന്തോഷം നടക്കുകയാണ്. അനുദപിച്ചു വരുന്നൊരു പാപി സ്വർഗത്തിലുണ്ടാകുന്ന സന്തോഷമെന്ന് അത് സത്യമാണ് പ്രിയരെ. ഇപ്പം നമ്മളത് അറിയണം. ഈ ഭൂമിയിൽ ഇതെല്ലാം താൽക്കാലികമാണ്, ഇതെല്ലാം തീരുന്നതാണ്. ഞാൻ പറഞ്ഞ പോലെ ഒരു ദിവസം നമ്മൾ ഉറങ്ങി എഴുന്നേക്കുന്നത് അവിടെ ആയിരിക്കും. അപ്പോൾ ഒരു എന്താ പറയുന്നത്, പരിഭ്രമിച്ചു പോയി ഞാൻ ഇവിടെ അല്ല, അവിടെ പ്രതീക്ഷിക്കാൻ ഓരോ രാത്രിയും കിടക്കുമ്പോൾ ഞാൻ മരിക്കുകയാണെങ്കിൽ നിന്റെ കൺമുമ്പിൽ കാണപ്പെടാൻ തക്കവണ്ണം അല്ലേ കിടക്കയിൽ വെച്ച് ധ്യാനിച്ച മൗനമായിരിക്കുക, എല്ലാവരോടും ക്ഷമിച്ച് ക്ഷമ കൊടുത്തുകൊണ്ടൊക്കെ നമ്മൾ ഉറങ്ങാൻ പോകണമെന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം ഞാനത് പറയുന്നത് പേടിപ്പിക്കാനല്ല, സത്യം അതാണ് അല്ലേ. നമ്മൾ ഈ ദിവസം ഓർക്കണം, മയന്മാറിൽ ബർമ്മ എന്ന് പണ്ട് വിളിച്ചിരുന്ന ഇന്നത്തെ മയന്മാർ എന്ന് വിളിക്കുന്ന രാജ്യത്ത് തായ്ലൻഡിലൊക്കെ എന്തുമാത്രം ആൾക്കാരാണ് ഒരു നിമിഷം കൊണ്ട് അപ്രത്യക്ഷമായത്. കരുണയായിരിക്കണം എൻ്റെ ദൈവമേ അല്ലേ. നമ്മൾ അമേരിക്കയിലോ സുരക്ഷിതമാണെന്നൊക്കെ പറഞ്ഞു ഒന്നും പറയാനൊക്കില്ല. ഈശോ പറഞ്ഞു അവര് നിങ്ങളെക്കാൾ കൂടുതൽ പാപികളായതുകൊണ്ടാണ്. അല്ല, നിങ്ങളും അനുദപിക്കുന്നില്ലെങ്കിൽ, എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വരുന്നില്ലെങ്കിൽ സാത്താൻ നമ്മളെ തകർക്കും, നശിപ്പിക്കും. ഇതൊന്നും ദൈവം തരുന്നതല്ല. പാപം പെരുകിയത് മൂലം തിന്മയാണ് ഇതെല്ലാം തകർക്കുന്നത്. ദൈവം നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മത്തായി 25 അല്ലെ 24 ഈശോ വ്യക്തമായിട്ട് ഇതേക്കുറിച്ച്, മത്തായി 24 ഇതേക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ലോകാവസാനത്തെക്കുറിച്ചും അല്ലെങ്കിൽ അവസാന കാലങ്ങളിൽ സംഭവിക്കാതിനെ കുറിച്ചെല്ലാം, ഭൂകമ്പവും വെള്ളപ്പൊക്കവും എല്ലാം പറഞ്ഞിട്ടുണ്ട്, ദുരിതങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ശ്രദ്ധിക്കാതെ പോകുന്നതുകൊണ്ട് അറിയേണ്ടവർക്ക് അത് അറിയാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ദൈവമേ കരുണയായിരിക്കണമേ. ലോകത്തിൽ സാത്താന്റെ വാക്ക് കേട്ടുകൊണ്ട് പോയി തകർന്നു വീഴുന്ന ജീവിതങ്ങളോട് കരുണയായിരിക്കണം. നമ്മളുടെ ഉള്ളില് നമ്മളുടെ ഉള്ളില് ദൈവാത്മാവ്, നമ്മുടെ കുഞ്ഞുങ്ങള്, പ്രിയമുള്ള ഞാനൊരു കാര്യം പറയാം, നമ്മുടെ കുഞ്ഞുങ്ങള് ജനിച്ചത് നമ്മളിലൂടെയല്ലേ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവത്തെ ലഭിക്കേണ്ടത് നമ്മളിലൂടെ, അപ്പനിലൂടെ അമ്മയിലൂടെയാണ്. നമ്മളിത് പലപ്പോഴും മറന്നു പോവുകയാണ്. കുഞ്ഞുങ്ങൾ അങ്ങനെ പോയി ഇങ്ങനെ പോയി അവർ നന്നാവണമെന്ന് പറഞ്ഞ് നമ്മൾ നന്നായിട്ടില്ല. നമ്മുടെ ഉള്ളിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടില്ല. പൗലോസ്ലിയ പലപ്പോഴും നമ്മൾ ചിന്തിച്ചാണ്. പൗലോസ്ലിയ 1 കൊരിന്തോസിലെ 7-ാമത്തെ അധ്യായത്തിൽ 14 പറയുന്നില്ലേ, പിന്നെ ഭർത്താവ് അവിശ്വാസമാണെങ്കിൽ അത് ഭാര്യയുടെ വിശ്വാസം ഭർത്താവിലേക്ക് എത്തിച്ചത് ആത്മീയമായിട്ടൊരു ബന്ധമുണ്ട്. ഭാര്യയുടെ ഉള്ളിലൂടെ ആത്മാവിലൂടെ ഭർത്താവിലേക്ക് വിശ്വാസം കടന്നു. ബോനിക്ക പുണ്യതി. അതുപോലെ തന്നെ നേരെ മറിച്ച് ഭർത്താവാണ് വിശ്വാസമുള്ളതെങ്കിൽ ഭാര്യയ്ക്കില്ലെങ്കിൽ ആ ഭർത്താവ് ഭാര്യയെ സ്വീകരിച്ചുകൊണ്ട് ഭാര്യയിലേക്ക് വിശ്വാസം പകർന്നു കൊടുത്ത് എന്തിനാ ആ ഭാര്യയ്ക്ക് ഭർത്താവിനുണ്ടാകുന്ന മക്കള് അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേനയും നേരെ മറിച്ചും അവിശ്വാസിയായ ഭാര്യ ഭർത്താവ് മുഖേനയും വിശുദ്ധീകരിക്കപ്പെടുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധരാകുമായിരുന്നു. അപ്പനിലും അമ്മയിലും വിശുദ്ധി ഇല്ലെങ്കിൽ മക്കൾക്ക് വിശുദ്ധി ലഭിക്കത്തില്ല. മക്കൾ എവിടെയും കൊണ്ട് ധ്യാനകേന്ദ്രത്തിൽ കൊണ്ട് താമസിപ്പിക്കാം, ഏറ്റവും നല്ല കോളേജ് വിട്ട് പഠിപ്പിക്കാം. പക്ഷേ നമ്മളിലൂടെ അവർക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അവർക്ക് എങ്ങൊന്നും ലഭിക്കുന്നില്ല. നമ്മൾ അറിയണം. അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധരാകുമായിരുന്നു. എന്നാൽ ഈ സ്ഥിതിയിൽ അവർ വിശുദ്ധരത്ര. എന്താ, ഭാര്യയും ഭർത്താവും വിശുദ്ധരായിട്ട് നിൽക്കുന്നത് കൊണ്ട് മക്കളും വിശുദ്ധരായിത്തീരുന്നു. നമ്മളാണ് നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് നിങ്ങൾ വിലപിക്കുമെന്ന് ഈശോ പറഞ്ഞവനാണ്. നിങ്ങളെയും മക്കളെ ഓർത്തല്ല, നിങ്ങളെയും നിങ്ങളുടെ മക്കളെ ഓർത്ത്. നമ്മുടെ ഉള്ളിൽ ദൈവാത്മാവില്ലെങ്കിൽ അബ്രാഹത്തിലുള്ളതായിരുന്നു ഇസഹാക്കിന് കൊടുത്തത്, ഇസഹാക്കിലുള്ളതാണ് യാക്കോബിന് ലഭിച്ചത്, യാക്കോബിലുള്ളതാണ് 12 യൂദായിലേക്ക് കടന്നു വന്നത്. നമ്മളിലുള്ളതാണ് നമ്മുടെ മക്കളിലേക്ക് കടന്നു ചെല്ലുന്നത്. നമുക്ക്
അവിടെ നമുക്ക് അനുദപിക്കാം. പരിശുദ്ധ പരമാം ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.